ترتجل بصوت وخيل فما لك في الأرض درب صحيح. അസ്സലാമു അലൈക്കും. വെള്ളിവെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ്. നല്ല ഭരണകൂടങ്ങൾ, നല്ല നീതിപീഠങ്ങൾ, ഇത് സമൂഹത്തിന്, ജനതയ്ക്ക് ആശ്വാസകരമാണ്, ആശങ്കയില്ല. ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അംർ ഇബ്നുൽ ആസ് ഭരണം നടത്തിയ പ്രദേശത്തെ ഈജിപ്തിൽ, മിസ്രിൽ പള്ളി വികസനത്തിന് ഒരു ക്രിസ്ത്യൻ സഹോദരിയുടെ വീട് എടുത്തതും അവർക്ക് വില നൽകിയതും അവർ അതിൽ തൃപ്തിയാകാതെ കേന്ദ്രത്തിലേക്ക് പരാതി പറഞ്ഞതും മുമ്പൊരിക്കൽ നാം സംവദിച്ചിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ അന്വേഷിച്ചു. ഉടമയ്ക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ എന്തിനത് എടുക്കണം? എന്നിട്ടോ അംറുൽ ആസിയോട് ഉമർ അള്ളാഹു ഓർഡർ ഇട്ടു, അൻ യഹ്ദിമൽ ബിനാ അൽ ജദീദ മിൽ മസ്ജിദ് വയുഈദ ഇലൽ മർഅത്തിൽ മസീഹിയ ദാറഹ കമാ കാനത്. അത് മടക്കി, ആ ഉണ്ടാക്കിയ പള്ളിക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത കെട്ടിടം അങ്ങ് പൊളിച്ചു കളഞ്ഞേക്കൂ, ആ സഹോദരിക്ക് അവരുടെ വീട് പഴയ അവസ്ഥയിൽ മടക്കി കൊടുക്കും. എന്തൊരു നീതിയാണ്, എന്തൊരു സത്യസന്ധതയാണ്! അധികാരം ഉപയോഗിച്ച് അവിടെ അടിച്ചമർത്തുകയാണ്. സാന്ദർഭികം ഇക്കാര്യം ഇവിടെ സൂചിപ്പിച്ചത് ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യൻ മീഡിയകൾ ഒരുപക്ഷെ ലോകതലത്തിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാ, മുമ്പൊരിക്കൽ പള്ളി പൊളിച്ചു, അമ്പലത്തിൻ്റെ നീക്കങ്ങൾ നടത്തി, ഇപ്പോൾ അവിടെ പ്രതിഷ്ഠാ തടങ്ങ്. അതിൽ പങ്കെടുക്കണമോ വേണ്ടിയോ എന്ന് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുമാകട്ടെ, മതത്തിൻ്റെ വീക്ഷണം എന്താ? ഏത് മതവിഭാഗങ്ങളുടെ ആരാധനാലയം അത് തൊടാൻ പോകേണ്ടതില്ല, അത് അതിക്രമമായി പിടിച്ചെടുക്കേണ്ടതില്ല. അതേസമയത്ത് ഇവിടെ പരസ്യമായി പള്ളി പൊളിക്കുന്നു, അതിന് പലരും ഒത്താശ ചെയ്യുന്നു. ഇപ്പോൾ അത് ഭരണകൂടത്തിൻ്റെ തണലിൽ തന്നെ മറ്റു കാര്യങ്ങൾ നീക്കുന്നു. ആശങ്കാജനകമാണ്. ഇവിടെയാണ് സത്യസന്ധത, കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്ന, വീക്ഷിക്കുന്ന, പ്രവർത്തിക്കുന്ന നീതിപീഠങ്ങളുടെയും അതുപോലെ ഭരണകൂടങ്ങളുടെയും ഒക്കെ മികവ് ആധുനിക സമൂഹം മനസ്സിലാക്കേണ്ടത്. ഉമർ രണ്ടാമൻ എന്ന് പറയുന്നൊരു ഭരണാധികാരി ലോകത്തുണ്ടായിരുന്നല്ലോ. അവസരം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. വലിയ സത്യസന്ധതയിൽ പേരുകെട്ട മഹാൻ തന്നെയാണത്. അദ്ദേഹം എഴുതിയ ഒരു കത്തിൻ ചില വാചകങ്ങൾ കാണാം. ഫന്ദുർ അഹ്ല ദിമ്മത്ത് ഫർഫുഖ് ബിഹിം. മുസ്ലിങ്ങളല്ലാത്ത മറ്റു വിഭാഗങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവരോട് വളരെ മൃദുവായ സമീപനം സ്വീകരിക്കണം. വൈദാ കബർ റജുലു മിൻഹും വലൈസ ലഹു മാൽ. ആരെങ്കിലും അതിൽ വൃദ്ധപ്രായത്തിലെത്തി, അങ്ങനെ അവർക്ക് സമ്പത്തില്ല എങ്കിൽ ഫഅൻഫിഖ് അലൈഹി, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. സമാനമായ പലതും കാണാം. ആ കൂട്ടത്തിൽ കത്തിൽ ഒരു വാചകം കാണാം, വകതബ ഇലാ ഉമാരിഹി ലാ തഹ്രിമു കനീസത്തൻ. അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാർക്ക് കത്തെഴുതുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ചർച്ചുകൾ കണ്ടാൽ അത് അപഹരിക്കരുത്, അതിന് കേടുവരുത്തരുത്. ലബിയാത്തൻ വലാ ബൈത്തനാരിൻ സൂലിഹത്തും അലിഹിം. കണ്ടോ, മറ്റുള്ളവരുടെ മഠങ്ങളോ ആരാധനാലയങ്ങളോ തകർക്കാതെ ശ്രദ്ധിക്കണേ, കേടുവരുത്താതെ ശ്രദ്ധിക്കണേ എന്ന് കാണാം. വബലഗ മിൻ തസാമുഹി ഉമർ ബിൻ അബ്ദുൽ അസീസ് വരിആയതിഹി ലി അഹ്ലി ദിമ്മ. അങ്ങനെ മറ്റു സമൂഹത്തോട് അദ്ദേഹം സമീപിച്ച മികവിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ. ഇതര ആശയക്കാരുടെ സമീപനം വളരെ മാതൃകാപരം തന്നെയാകണ്ടേ. ഔസാഇ ഇമാം തങ്ങൾ പറയുകയാണ്, കാന ഉമർ അബ്ദുൽ അസീസ് ഭരണാധികാരി യജഅലു കുല്ല യൗമിൻ മിൻ മാലിഹി ദിർഹമൻ ഫി തആം മുസ്ലിം. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവരുടെ ഭക്ഷണകാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ദിർഹം മാറ്റിവെക്കാറുണ്ടായിരുന്നു, പണം. സുമ്മ യഅകുലു മഅഹും, അവരോടൊപ്പം അദ്ദേഹം ഭക്ഷണം കഴിക്കും. വകാന യൻസുലു ബി അഹ്ലി ദിമ്മത്ത് ഫയഖദ്ദിമൂന ലഹു മിനൽ ഹുൽബത്തി വൽ ബുഖൂൽ വഅശ്ബാഹി ദാലിക. ഇതേപോലെ തന്നെ ഇതര വിഭാഗങ്ങളോടും അദ്ദേഹം പാല് കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് പച്ചക്കറികളൊക്കെ നൽകുകയോ ഒക്കെ ചെയ്യും. യഅകുലു മഅഹും, അവരോടൊപ്പം ഭക്ഷണത്തിലൊക്കെ അദ്ദേഹം ഒപ്പം ഇരുന്നു കൊണ്ട് കഴിക്കുന്നതിൽ താല്പര്യവാനായിരുന്നു എന്ന്. ഇപ്പോൾ ഇവിടെ ഒരുപക്ഷെ ക്രൈസ്തവ, ഹൈന്ദവ, മുസ്ലിം സമൂഹങ്ങളൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന നമ്മുടെ പ്രദേശമാണല്ലോ നമ്മുടെ ഭാരതം. എല്ലാവരുടെയും വികാരങ്ങൾ
ഉൾക്കൊള്ളണം, മാനിക്കണം, ആരെയും വേദനിപ്പിക്കാൻ പാടില്ല എന്ന ഒരാശയം പറയുമ്പോൾ എല്ലാവരും അങ്ങും ഇങ്ങും ആശങ്കയോടെയല്ലേ കാണുന്നത്. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങളുടെ എത്രയോ സംഭവങ്ങൾ ഇതിന് കാണാം. പക്ഷെ ഒറ്റ കാര്യം, അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിലെ അനുഭവം എന്ന് പറയട്ടെ, ഔസായിയിൽ നിന്ന് തന്നെ നിവേദനമാണ്, ഷഹിദു ജനാസത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരി വഫാത്തായ സമയം അദ്ദേഹത്തിൻ്റെ ജനാസ ഞാൻ സന്ദർശിച്ചു. പിന്നെ ഞാൻ പുറത്തേക്ക് കടന്നു. അങ്ങനെ ഫമറർത്തു അല റാഹിബിൻ, ഒരു പുരോഹിതനെ കണ്ടു. അപ്പോൾ ആ പുരോഹിതൻ ചോദിച്ചു, നിങ്ങൾ ഈ മരണാനന്തര ചടങ്ങ് പങ്കെടുത്താണോ? അതെ. ഫഖുൽതു ലഹു നഅം. അപ്പോൾ ഫർഹ ഐനൈ, ആ പുരോഹിതൻ കരയുകയാണ്, മറ്റൊരു സമുദായത്തിൽപ്പെട്ട പുരോഹിതൻ. ഫബക്ക. അപ്പോൾ ഫഖുൽതു ലഹു, ഞാൻ ചോദിച്ചു, മാ യുബ്കിക വലസ്ത അലാ മിൻ അഹ്ലി ദീനി, നിങ്ങൾ ഉമർ അബ്ദുൽ അസീസിൻ്റെ മതത്തിൻ്റെ സ്വീകരിക്കുന്ന ആളല്ലല്ലോ, പിന്നെന്താ ഇത്ര ദുഃഖം? ഫഖാല, അപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞു, ഇനി ലസ്തു അബിക്കാലി, ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലല്ല കരഞ്ഞത്, വലാക്കിൻ അബിക്കി അല നൂരിൻ കാന ഫിൽ അർളി ഫത്ഫിയ, ഈ ലോകത്തൊരു പ്രകാശമുണ്ടായിരുന്നു, ആ പ്രകാശം അസ്തമിച്ചു പോയല്ലോ. എത്ര അർത്ഥവത്തായൊരു മറുപടിയാണ് പറഞ്ഞത്. അതെ, ഉമർ അബ്ദുൽ അസീസ്, അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ ഭരണകാര്യങ്ങൾ, അതൊരു വെളിച്ചമായിരുന്നു. ആ വെളിച്ചം നഷ്ടപ്പെട്ടല്ലോ. അജ്മീർ ഹാജി നാം ഓർക്കയില്ലേ, ഇപ്പോൾ റജബ് പ്രതിമാസത്തിലാണല്ലോ. ഇന്ത്യയിലെ അജ്മീറിൽ ആസ്ഥാനമായി പ്രവർത്തിച്ച മഹാനവറുകൾ ഹൈന്ദവ സമൂഹങ്ങളുമായി ഇടകലർന്ന ഒട്ടേറെ അനുഭവങ്ങൾ ചരിത്രത്തിൽ കാണാം. ഒരു പ്രദേശത്ത് മുസ്ലിം ഹിന്ദു പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രദേശത്ത് ചെന്നു. അവിടെ ഹിന്ദുക്കളുടെ ഭാഗത്താണ് അല്പം സത്യമെന്ന് മനസ്സിലാക്കിയപ്പോൾ മുസ്ലിമീങ്ങളെ വല്ലാതെ ശകാരിച്ചുവെന്നും അത് കേട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ സ്വമേധയ ഇസ്ലാം സ്വീകരിച്ചു എന്നും പറയുമ്പോൾ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബാബരി ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളുടെയും ഭീഷണിയും ആശങ്കകളും വർദ്ധിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ, പ്രകാശം പൊഴിക്കുന്ന ഖലീഫമാരുടെയും ഉമറാക്കളുടെയും ഭരണാധികാരികളുടെയും മികവുറ്റ ഭരണക്രമങ്ങൾ ആധുനിക സമൂഹത്തിന് ഏറെയേറെ മാതൃകയാകാണ്. അതെ, അതിൻ്റെ ചർച്ചകൾ ഇവിടെ നടക്കണം, പഠനങ്ങൾ നടക്കണം. അതുകൊണ്ട് തന്നെ മുസ്ലിം സഹോദരന്മാരോട് പ്രത്യേകം പറയട്ടെ, നാം സ്നേഹത്തിൻ്റെ വഴിയിൽ തന്നെ, ഇണക്കത്തിൻ്റെ വഴിയിൽ തന്നെ, സൗഹൃദത്തിൻ്റെ വഴിയിൽ തന്നെ, ഒപ്പം നമ്മുടെ മതാശയങ്ങൾ നന്നായി നാം പഠിക്കുക. ഒപ്പം റജബാണല്ലോ, നാം അള്ളാഹുവിലേക്ക് മടങ്ങുക, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, പടച്ചവനിലേക്ക് മനസ്സുകൾ സമർപ്പിക്കുക. കാന ബഅദുൽ ഉലമാഇ സ്വാലിഹീൻ ഖദ് മറില്ല, ചില മഹാന്മാരായ പണ്ഡിതന്മാർ ഖബർ ഷഹർ റജബ് വരുന്നതിന് മുമ്പ് വലിയ രോഗം വന്നാൽ ഫഖാൽ, അവർ പറയുമത്രേ, ഇനി ദഅവതുല്ലാഹ അൻ യുഅഖിറ വഫാത്തി ഇലാ ശഹർ റജബ്, അല്ലാഹുവേ, എൻ്റെ മരണം റജബിലായി കിട്ടിയാൽ നന്നായിരുന്നു. അതെ, റജബിന് അത്ര ബഹുമതിയുണ്ട് അത്രയും. അബൂബക്കർ അൽ വറാഖ് അൽ ബൽഖി എന്ന മഹാൻ പറയാണ്, ഷഹ്റു റജബ് ഷഹ്റുൻ ലിസറ, ഈ റജബ് മാസം കൃഷി ഇറക്കാനുള്ളതാണ്, വിത്തിറക്കാനുള്ളതാണ്. വ ശഅബാനു ഷഹ്റു സുഖി, അടുത്ത ഷഅബാൻ മാസം അത് നനച്ച് കൊടുക്കാനുള്ളതാണ്. ഓ റമളാനു ഷഹ്റു ഹസാദി സറ, റമളാൻ മാസം കൃഷി കൊയ്തെടുക്കാനുള്ള വിളവെടുപ്പിനുള്ള സമയമാണ്. അഥവാ നമ്മുടെ കൃഷി ഇബാദത്തുകളാണ്, നന്മകളാണ്, സൽക്കർമ്മങ്ങളാണ്. ഷഅബാൻ വെള്ളമൊഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന് നാം നന്നായി കരഞ്ഞ് അള്ളാഹുലേക്ക് എടുക്കുക, ഒപ്പം ആ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലിനെ പരിപോഷിപ്പിക്കുക, പുഷ്ടിപ്പെടുത്തുക. റമളാൻ ആകുമ്പോൾ അത് നല്ല കാത്ത് പൂത്തുലഞ്ഞ് അതിൻ്റെ പഴങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ദുആ ഇറക്കാം. ഇമാം ഗസാലി തങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ റജബിലേക്ക് കടന്നുകൊണ്ട് പറഞ്ഞു, വബിമൻ ളയ്യ ഉംറഹു ബിൽ ബത്താലത്തി അൻ യഗ്തനിമ ഫീഹി ബഖിയ ബിൻ ഉമരി, മുമ്പ് സമയങ്ങളൊക്കെ വൃഥാപിലാക്കി അനാവശ്യമാക്കി തുലച്ചു കളഞ്ഞ ആളുകളുണ്ടല്ലോ, ഈ റജബിൻ്റെ പുണ്യ നിമിഷങ്ങൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇതാ റജബും വിട പറയും ഉടനെ തന്നെ. പിന്നെ ശഅബാൻ വരികയാണ്, ദിവസങ്ങളും സമയങ്ങളും കാത്തിരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം ദുഃഖിതർ അഥവാ അള്ളാഹുവിനോർത്ത് ദുഃഖിച്ച് കരഞ്ഞ് ഖേദിച്ച് റബ്ബിലേക്ക് മടങ്ങുക, നമ്മുടെ ഹൃദയങ്ങൾ പരിശുദ്ധമാക്കുക, സൽക്കർമ്മങ്ങളിൽ ധാരാളം വർദ്ധിപ്പിക്കുക. അള്ളാഹുവിനക്ക് പൊരുത്തമില്ലാത്ത എല്ലാ സംസാരം, പ്രവൃത്തി, മറ്റു കാര്യങ്ങളിൽ നിന്നുകൊണ്ട് നാം അകന്നു നിന്ന് ഇണക്കങ്ങളുടെയും മണക്കങ്ങളുടെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പാതകൾ വിശാലമാക്കിക്കൊണ്ട് നന്മയുടെ വഴിയിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ ദൃഢമായ ധീരമായ പ്രതിജ്ഞകൾ പുതുക്കുക. ജഗന്യന്താവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.